അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തെ നാം ഒന്ന് കഴുകണം. ഹൃദയത്തെ കഴുകാൻ പറ്റുമോ? കൈകാലുകളിൽ, ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ അഴുക്കായി കഴിഞ്ഞാൽ നാം കഴുകി വൃത്തിയാക്കുന്നത് പോലെ ഹൃദയത്തെ കഴുകാൻ പറ്റുമോ? ഹൃദയത്തിൽ അഴുക്കുണ്ടാകുമോ? എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് അഴുക്ക് പറ്റുക? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിൽ എങ്ങനെയാണ് അഴുക്ക് പറ്റുന്നത്? അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ ഖുലൂബി സദ്ആ, തീർച്ചയായും ഹൃദയങ്ങളിൽ കറ വീഴുന്നതാണ്. ഹൃദയങ്ങളിൽ കറ വീഴുന്നതാണ്. കമാ യസ്ദഉൽ നുഹാസ്, ഈ ലോഹങ്ങളിൽ കറ വീഴുന്നത് പോലെ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ, അതുപോലെ ഓരോ ലോഹങ്ങളിലും പ്രത്യേകമായ കറകളും അഴുക്കുകളും വന്ന് ഭവിക്കുന്നത് പോലെ ഹൃദയത്തിൽ കറ വീഴുന്നതാണ്, അഴുക്ക് വീഴുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സൂറത്തുൽ മുത്തഫിഫീൻ്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നതും അതാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ കറ വീണിരിക്കുന്നു, അഴുക്ക് പുരണ്ടിരിക്കുന്നു. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ കറ പുരണ്ടിരിക്കുന്നു. ഹൃദയങ്ങളിൽ എങ്ങനെയാണ് കറ വീഴുന്നത്? കാലപ്പഴക്കം കൊണ്ടല്ല. ലോഹങ്ങളിൽ കാലപ്പഴക്കം കൊണ്ട് എന്ത് ചെയ്യുന്നത്, കറ വീഴുന്നത് പോലെ ഒരുപാട് പ്രായമായ ആളുടെ ഹൃദയത്തിൽ ഒരുപാട് കറ ഉണ്ടാകും. അങ്ങനെയല്ല, കാലപ്പഴക്കം കൊണ്ടല്ല ഹൃദയത്തിൽ കറ വീഴുന്നത്. പിന്നെയോ അല്ലാഹു തആല പറയുന്നു, ബിമാ കാനു യക്സിബൂൻ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം ബിമാ കാനു യക്സിബൂൻ, അവർ ചെയ്തിരിക്കുന്ന ദോഷങ്ങൾ കാരണമായിട്ടാണ്. ദോഷങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കറ വീഴും. അപ്പോൾ നമ്മുടെ ദോഷത്തിൻ്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും ഹൃദയത്തിൽ കറ വീഴുന്നതിൻ്റെയും കാഠിന്യം. അപ്പോൾ ഇതിനുള്ള മാർഗം എന്താണ്? ലോഹങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിനുള്ള മാർഗങ്ങളൊക്കെ പലതുമുണ്ട്. ഹൃദയത്തിൽ കറ വീണാൽ എങ്ങനെയാണ് നമുക്കതിനെ കഴുകി ശുദ്ധീകരിക്കേണ്ടത്? നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. എങ്ങനെയാണ് നമ്മൾ ഈ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ചോദിച്ചതാണ്, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, നബിയെ, ആ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ, വൃത്തിയാക്കി നല്ല ഭംഗിയുള്ളതാക്കാൻ എന്താണ് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി അൽ ഇസ്തിഗ്ഫാർ. സുബ്ഹാനല്ലാഹ്, എന്ത് എളുപ്പമുള്ള കാര്യമാണ്! അൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക, മഗ്ഫിറത്തിനെ തേടുക, പൊറുക്കലിനെ തേടുക. ഹൃദയത്തെ ഒന്ന് കഴുകണമെന്ന് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയാൽ, നമ്മുടെ മനസ്സിൽ തോന്നിയാൽ, അപ്പോൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുകയും അള്ളാഹു നീ എനിക്ക് പുറത്തു തരണമേ, അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് നാം പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹൃദയത്തെ കഴുകാൻ, ഹൃദയത്തെ വൃത്തിയാക്കാൻ, നാം ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് പറയുക. ഇതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഇങ്ങനെ ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. നല്ല രീതിയിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഗ്ഫിറത്തിൻ്റെ 10 ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരുപാട് നേട്ടങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അല്ലാഹു തആല എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വവും നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ നാട്ടിലും മറുനാടുകളിലും മുസ്ലിം നാടുകളിലും മുസ്ലിം സഹോദരങ്ങളിലും എല്ലാം അല്ലാഹു സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല നമ്മയും അവരെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ബർസഖ് സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. വആഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.